നിങ്ങൾ നന്നാകണമെന്ന് തീരുമാനിച്ച വർഷം, പഠിക്കണമെന്ന് തീരുമാനിച്ച വർഷം, ജോലി മേടിക്കണമെന്ന് തീരുമാനിച്ച വർഷം, എഫേർട്ട് കൊടുക്കണമെന്ന് തീരുമാനിച്ച വർഷം, ദുശീലങ്ങളെല്ലാം മാറ്റണമെന്ന് തീരുമാനിച്ച വർഷം, ഇനിയെങ്കിലും ഒന്ന് മാറണമെന്ന് തീരുമാനിച്ച വർഷം, അത് 2026 2025 2024 2023 എല്ലാ വർഷവും ഇതൊക്കെ തന്നെയല്ലേ ചിന്തിക്കുന്നത്. ഇന്ന് അർദ്ധരാത്രി കഴിയുമ്പോൾ, ഡിസംബർ 31 അർദ്ധരാത്രി കഴിയുമ്പോൾ നാളെ നമ്മൾ 2026 പ്രവേശിക്കാം. മക്കളെ ചോദിച്ചോട്ടെ, എന്താണ് നിങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ? എന്ത് മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്? എല്ലാ കൊല്ലത്തെയും പോലെ ആയാൽ മതിയോ? പോരല്ലോ. 2026 ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. നിങ്ങളുടെ തീരുമാനത്തിന് ഉറപ്പ് വേണം. നിങ്ങൾക്കൊരു നിലപാടുണ്ടാകണം. ആ നിലപാടിന്റെ കൂടെ നിങ്ങൾ നിൽക്കണം. അതായത് നിങ്ങളുടെ സ്വപ്നം, എനിക്കറിയാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും 2026 പഠിച്ച് 2026 എല്ലാ എക്സാംസും ക്രാക്ക് ചെയ്ത് 2027 ആദ്യം ജോലി നേടാൻ കാത്തിരിക്കുന്ന ആൾക്കാരാണ്. ആ ആഗ്രഹം തീവ്രമായിട്ടുള്ളവരാണ് എന്നെ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതുവരെ ഒന്നും സാധിച്ചില്ല? നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? മാറണമെന്ന് ആഗ്രഹമില്ലേ? എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കേ, എന്താണ് കാരണം? ശരിക്കുള്ള കാരണം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ആഗ്രഹത്തിന് തീവ്രതയില്ലാത്തതാണ്. അതായത് നിങ്ങളുടെ ലക്ഷ്യം മറ്റുള്ളവർക്ക് വേണ്ടി മാറിക്കൊടുക്കുമ്പോഴാണ്. അതായത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി ഒരു കാര്യം കയറി വന്നാൽ, മറ്റുള്ളവരുടെ ഒരു കാര്യം കയറി വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കയറി വന്നാൽ ആ പ്രിപ്പറേഷൻ മാറ്റി നിങ്ങൾ ആ കാര്യത്തിന്റെ പുറകെ പോയതാണ്. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഈ 2026 നിങ്ങളുടെ ലക്ഷ്യത്തിനായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന്? ബാക്കി എന്തൊക്കെ സംഭവിച്ചാലും എന്റെ പഠിത്തം ഞാൻ ബ്രേക്ക് ചെയ്യത്തില്ല, പഠിത്തം കഴിഞ്ഞ് മാത്രമേ ബാക്കി എന്തോ ഉള്ളൂ. ആ ലക്ഷ്യബോധം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമന്റ് ഇടാം, യെസ് എന്ന് കമന്റ് ഇടാം, ഒരു തീ നിങ്ങൾക്ക് കമന്റ് ഇടാം. എന്നിട്ട് 2026 മാറ്റം കൊണ്ടുപോകാം. 2026 നിങ്ങൾ മാറ്റം കൊണ്ടുപോവാ. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരാൾക്കും ഒരു അത്ഭുതവും കാണിക്കാൻ പറ്റത്തില്ല. ആരും നിങ്ങളുടെ ലൈഫിൽ വന്ന് ഒരു മാജിക്കും കാണിച്ചു തരത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ഇത്ര കാലം നശിച്ചതിന് യഥാർത്ഥ കാരണം ആരാണ്? ബാക്കിയുള്ളവരാണോ? ചുറ്റുമുള്ളവരാണോ? അല്ല, ഒരിക്കലുമല്ല. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആൾക്കാരൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ അച്ഛൻ, അമ്മ, മകൻ, മകൾ, ഭാര്യ, ഭർത്താവ്, ഇവരുടെയൊക്കെ മുഖം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അവരാണോ യഥാർത്ഥ കാരണം? അവരെപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ നിങ്ങൾക്കൊരു ജോലി കിട്ടരുതെന്ന്, നിങ്ങൾ സമ്പാദിക്കരുതെന്ന്, ഒന്നാം തീയതി സാലറി കിട്ടരുതെന്ന്? ഒരിക്കലുമല്ല. അവരൊന്നും ആലോചിക്കത്തില്ല. അവരൊക്കെ നിങ്ങൾക്കൊരു ജോലി കിട്ടുമ്പോൾ സന്തോഷിക്കത്ത് മാത്രമേ ഉള്ളൂ. പകരം നിങ്ങളാണ് ഇതുവരെ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ ആക്കിയത്. ഇനിയും അങ്ങനെ ആവരുത്. 2026 ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കാണും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ഫോഴ്സ് പരീക്ഷകൾ, കമ്പനി ബോർഡ് LGS, VFA, ബിവറേജറി, അങ്ങനെ ഒത്തിരി എക്സാംസ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കാണും. മക്കളെ, ഈ നോട്ടിഫിക്കേഷൻസ് പഴയതുപോലെ ആവരുത്. ഇതില് നിങ്ങൾ കയറിപ്പോണം. എന്താണ് ഹാർഡ് വർക്ക്? ഹാർഡ് വർക്ക്, ജോലി നേടാൻ ഹാർഡ് വർക്ക് ചെയ്താൽ മതി, നന്നാവാൻ ഹാർഡ് വർക്ക് ചെയ്താൽ മതി. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, എന്താണ് മക്കളെ ഹാർഡ് വർക്ക്? ഒരു ദിവസം പോയി 6 മണിക്കൂർ പഠിക്കുന്നതാണോ? അല്ലെങ്കിൽ മറ്റൊരു ദിവസം പോയി 5 ക്വസ്റ്റ്യൻ പേപ്പറുകൾ തീർക്കുന്നതാണോ? ഒന്നുമല്ല. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഈ സാധനം. അതായത് ഞാനിപ്പോ പറഞ്ഞില്ലേ, എല്ലാ ദിവസവും 5 മണിക്കൂർ പഠിക്കുന്ന, അല്ലെങ്കിൽ ഒരു ദിവസം 5 മണിക്കൂർ പഠിക്കുന്ന, ഒരു ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന, ഒരു ദിവസം റിവിഷൻ കൊടുക്കുന്ന, ഒരു ദിവസം കറണ്ട് അഫയേഴ്സ് നോക്കുന്ന, ആ സാധനം എല്ലാ ദിവസവും കൊണ്ടുപോകുന്നതിനെയാണ് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. ഒരു ദിവസം അത്ഭുതം കാണിക്കാൻ ഏതൊരാൾക്കും പറ്റും, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇതെല്ലാ ദിവസവും കൊണ്ടുപോകുന്നതിനാണ് നമുക്ക് മനക്കരുത്ത് വേണ്ടത്. അത് നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് യെസ് എന്നിടാം, അല്ലെങ്കിൽ ഒരു തീ, ഒരു ഫയറിന്റെ സിമ്പിൾ നിങ്ങൾക്ക് ഇടാം. നമ്മൾ 2026 കടക്കുമ്പോൾ പുതിയ വർഷം, പുതിയ മാറ്റങ്ങൾ, പുതിയ തീരുമാനങ്ങൾ. അതിലെ ആദ്യത്തെ നിങ്ങളുടെ തീരുമാനം എന്താവണം? നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് പ്രയോറിറ്റി ഈ എക്സാമിന് വേണ്ടി മാറ്റിവെക്കുന്നതാണ്. എന്നിട്ട് എല്ലാ ദിവസവും 5-6 മണിക്കൂർ പഠിച്ച്, 5-6 മണിക്കൂറൊക്കെ പഠിക്കാൻ പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചിന്തിക്കും, എനിക്ക് പഠിക്കാൻ സമയമൊന്നുമില്ല, ഒന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ ഭയങ്കര തിരക്കിലാണ്, ബാക്കി എന്തിലൊക്കെയാണ് ഞാൻ ഭയങ്കര തിരക്കാണ്. അതാണ് എല്ലാവരും പറയുന്നത്. ഈ തിരക്ക് പറയുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ള ഒന്നേ ഉള്ളൂ, എടാ, കഴിഞ്ഞ 6 മാസം കൊണ്ട് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത 5 കാര്യങ്ങൾ നിങ്ങൾക്ക് എണ്ണി പറയാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങളെ 5 കാര്യങ്ങൾ കഴിഞ്ഞ 6 മാസം കൊണ്ട് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് അത് എണ്ണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അത് നിങ്ങൾക്ക് എണ്ണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു തിരക്കിനുമല്ല, ബാക്കി ഏതോ കുറെ ബഹളങ്ങളിൽ പോയി കിടക്കുകയാണ്. അപ്പോ ഇനി അങ്ങോട്ട് ഇന്ന് രാത്രിയും സമയമുണ്ട്. ഇന്ന് രാത്രി സമയമുണ്ട് ആലോചിക്കാം, എന്റെ ലൈഫിൽ എന്താണ് പറ്റിയത്, ഇനി എനിക്ക് എങ്ങനെ അത് മാറ്റാൻ പറ്റും. എന്റെ ലൈഫ് മാറ്റുന്നത് ആര് തന്നെയാണ്? ഞാൻ തന്നെയാണ്. ഈ കൈകൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫ് മാറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളാണ് നിങ്ങൾ ലൈഫ് മാറ്റുന്നത്, നിങ്ങളുടെ തീരുമാനങ്ങളാണ് നിങ്ങൾ ലൈഫ് മാറ്റുന്നത്. മക്കളെ, ഇത്രയും നോട്ടിഫിക്കേഷൻസ് മുമ്പിൽ കിടപ്പുണ്ട്. എടാ, 5 മണിക്കൂർ
5 മണിക്കൂർ നിങ്ങൾ മാറ്റിവെച്ചോ, എല്ലാ ദിവസവും 5 മണിക്കൂർ. അപ്പോ ആ തിരക്കിന്റെ കഥ നേരത്തെ പറഞ്ഞപ്പോ നിങ്ങൾ ചിന്തിക്കുന്നില്ല ഞാൻ ഭയങ്കര തിരക്കല്ലേ? മക്കളെ, നിങ്ങൾ കുറച്ചു കാലം പിന്നിലേക്കൊന്ന് ആലോചിച്ച് നോക്കി. ഒരു ദിവസം എത്ര മണിക്കൂറാണ് നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ച? സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ, നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, +1 +2 പഠിക്കുമ്പോൾ രാവിലെ ട്യൂഷന് പോകുന്നു, അത് കഴിഞ്ഞ് സ്കൂളിൽ പോകുന്നു, വീണ്ടും ട്യൂഷന് പോകുന്നു, വീണ്ടും ഇരുന്ന് പഠിക്കുന്നു. അങ്ങനെ ഒരു ദിവസം 16-17 മണിക്കൂറാണ് നിങ്ങൾ പ്രിപ്പറേഷന് വേണ്ടി മാറ്റിവെച്ചത്, പഠിത്തത്തിന് വേണ്ടി മാറ്റിവെച്ചത്. അന്ന് എന്തിനു വേണ്ടി നിങ്ങൾ ഇത്രയും മാറ്റിവെച്ചു എന്നൊന്ന് ആലോചിച്ച് നോക്കി. അന്ന് എന്തായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം? എനിക്ക് വലുതാകുമ്പോൾ വലിയൊരാളാകണം. ആയോ? ശരീരം കൊണ്ടായി കാണും, പക്ഷേ ഒരു ജോലിയിലായിട്ടില്ല. ഇപ്പൊ നിങ്ങളോട് ഒരാള് പുറത്തുനിന്ന് ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പുറത്തുനിന്ന് കാണുമ്പോൾ ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇപ്പൊ എന്ത് ചെയ്യും? എനിക്ക് പറയാനുള്ളത് 2026 ആ മറുപടി കൊടുക്കേണ്ട വർഷമാണ്. എന്ത് ചെയ്യുന്നു എന്നൊരാൾ ചോദിച്ചാൽ പറയാൻ പറ്റണം, ഞാൻ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് KSF വർക്ക് ചെയ്യുന്നു, KSEB വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ബിവറേജ് LD ആയിട്ട് വർക്ക് ചെയ്യുന്നു, കമ്പനി ബോർഡ് LGS ആയിട്ട് കയറി, സബ് ഇൻസ്പെക്ടർ ആയിട്ട് കയറി, CPO ആയിട്ട് കയറി. അത് നമുക്ക് പറയാൻ പറ്റണം. എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് 5 മണിക്കൂർ മാറ്റിവെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ 2027 ആദ്യം നിങ്ങൾ സർവീസിൽ കയറുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചോദിക്കാം, നിങ്ങളൊന്ന് കണ്ണടച്ചാൽ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് 2027 റാങ്ക് ലിസ്റ്റുകളാണ്. ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളുടെ പേര്? നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഫേർട്ട് കൊടുക്കാനും പറ്റും. എല്ലാ ദിവസവും 7 മാസത്തേക്ക് ഒരു 5 മണിക്കൂർ വെച്ച് മാറ്റിവെച്ച് പഠിക്കാൻ പറ്റും. ഹാപ്പി ന്യൂ ഇയർ.